ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് പൊന്നാനിയിൽ നിന്ന് തിരിച്ച് പെരിങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മീൻ കൊണ്ടുവരണ ഏട്ടൻ ഇന്ന് നമുക്ക് എരുന്ത് കൊണ്ടു തന്നിട്ടുണ്ട്. കുറേ ഞാൻ പറയുന്നു. അപ്പോൾ ആളിതാ ഇന്നലെയും കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഇന്നലെയൊക്കെ അമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കണോണ്ടും പിന്നെ എനിക്ക് പിള്ളേരായിട്ട് ഇതൊക്കെ സെറ്റാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ വാങ്ങിയില്ല. പക്ഷെ ഇന്നേതായാലും നമ്മൾ പോവല്ലേ, പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നമ്മൾ നേരത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ വരുമ്പോൾ ഒരു 11 12 മണിയൊക്കെ ടൈമിലാട്ടോ മീനായിട്ട് വരാറ്. അപ്പോൾ പിന്നെ അപ്പോഴേക്കും നമ്മൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, വേഗം ചെയ്യാൻ വിചാരിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് പിള്ളേരൊക്കെ ഉണ്ടായി അറെടുക്കാൻ കേട്ടോ. അങ്ങനെയൊക്കെ സെറ്റാക്കി. പിന്നെ അത് അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നല്ലോണം മണലുണ്ടാവും, ഒരുപാട് വട്ടം കഴുകണം, കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ ആ വക പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇതാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല കൈപ്പയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായി. പിന്നെ കറി എന്ന് പറഞ്ഞാൽ നമുക്ക് മോര് കറിയാണ് കേട്ടോ കൂട്ടാനായിട്ടുള്ളത്. പിന്നെ പപ്പടം, ഇതൊക്കെ കൂടി നമ്മൾ നല്ലൊരു ഊണും കഴിച്ച് നമ്മൾ ഇതഞ്ഞ് പെരിങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നല്ല മഴയായിരുന്നു, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ പെയ്ത് തോർന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ കയറി കുറച്ച് കാടമുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർക്ക് പുഴുങ്ങി ഇങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു റോസ്റ്റ് പോലെ ആക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടം. ഇവർക്ക് മാത്രമല്ല എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂമിൻ്റെ അവസ്ഥ പറയണത് ഇതാണ് കേട്ടോ. ഒരുപാട് തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി ഒതുക്കി, കാരണം നമ്മൾ പോയ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഉണങ്ങി കിട്ടിയതെല്ലാം അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാതും മടക്കി ഒതുക്കി വെക്കലാണ് ഇനിയുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിള്ളേരായിട്ട് കുറച്ച് നേരം പഠിക്കാനൊക്കെ ഇരുന്ന് ലാസ്റ്റ് ടൈം ടേബിൾ നോക്കി പുസ്തകം എടുത്ത് വെച്ച് പിന്നെ ഞങ്ങളിത് ഫുഡ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പൊന്നാനിന്ന് കൊടുന്നാണ് കാലത്തെ ചപ്പാത്തിയും അതുപോലെ തലേ ദിവസത്തെ ചിക്കൻ കറിയും. അപ്പോൾ അത് കേടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നന്നായി ചൂടാക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ പാത്രത്തിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ നൈറ്റിൽ കഴിച്ചത്, ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടിയിട്ട്. അങ്ങനത്തെ ഞാനും പിള്ളേർ ഇതൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ രുദ്ര നല്ല കരച്ചിലാണ് കേട്ടോ. അവന് കിടന്നാൽ പിന്നെ ഞാൻ കുടിച്ചിട്ട് അങ്ങനെ ഉറങ്ങണം. പിന്നെ അതിൻ്റെ ഇടയിൽ വർത്താനൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ടാറ്റ കൊടുക്കണ്ടപ്പോൾ ആളും ടാറ്റൊക്കെ തന്നു കേട്ടോ. പക്ഷെ കരച്ചിലാണ്, കരച്ചിലിൻ്റെ പക്കത്തുള്ള ടാറ്റയായിരുന്നു. അപ്പോൾ അത് എത്ര ഉള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.